എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നാടിന്റെ പേരെന്താ? മഠത്തിൽ കാരായ്മ. ഇത്രയും മരുന്ന് കണ്ടായിരുന്നു. നീ മഠം അല്ലെങ്കിൽ കാരായ്മ അതെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് വായിക്കുമ്പോൾ ഇട്ടാലും മതിയായി. എന്തായാലും മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റില്ല. സാധാരണ പ്രസവിക്കാൻ പോകുമ്പോ പൂന്തുറയിലെ പെങ്ങളെ, പൂവാറ പെങ്ങളെ, വിഴിഞ്ഞത്തെ പെങ്ങളെ, ഓച്ചറയിലെ പെങ്ങളെ, ഇവിടെ മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ. അപ്പൊ കടുക്കും 3 ദിവസം കൊണ്ട് പറഞ്ഞിരുന്നില്ല പേര്. വിഷയം തീർന്നാലും നാട്ടിലെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ, കുടുംബജീവിതത്തിന്റെ സന്തോഷം അറിയണോ എന്റെ സഹോദരിമാരെ? കുടുംബ കോടതിയിൽ കയറാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് ഉടക്കാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് നിങ്ങൾ സലാം പറയുക, ഭർത്താവ് നിങ്ങളോടും സലാം പറയുക. നാളിതുവരെ അങ്ങനെ ഒരു സലാം പറയല് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സലാം പറയുക. പിണങ്ങിയിരിക്കുന്നവരൊന്നുണ്ടാവും ചിലപ്പോൾ. അടിയൊക്കെ കൊടുത്ത് കാണിച്ചൊരാടി വാത് കഴിഞ്ഞ് മറ്റെല്ലാം ദേഷ്യപ്പെട്ട് ഞാൻ വാതായോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് വന്നിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെണ്ണുങ്ങൾ പറയും എന്ത് ചിലപ്പോ പറയും. ചിലപ്പോ അലൈക്കും അസ്സലാം നല്ല നേറ്റിയാണെങ്കിൽ അലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാത കൂടും. പിന്നെ റിഫായി മാലയിലെ തീരും. എത്ര കാലം ഉടഞ്ഞാലും അള്ളാണ് തീരൂല. പെണ്ണ് കെട്ടിയവർക്ക് ഇത് മറുപടി പറയത്തില്ല. ഇതിങ്ങനെ ഇരിക്കുന്നത്. അള്ളാഹു തആല സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഒരിക്കലും കലവടയ്ക്കുന്ന ഭാര്യയും ഭർത്താവാക്കി അള്ളാഹ് മാറ്റാതിരിക്കട്ടെ. എത്ര കലവടയണമെന്നറിയൂ? എത്ര ഉടഞ്ഞാലെന്ത്? വർഷാവർഷം ഉത്സവ പറമ്പിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഒക്കെ കല, നല്ല മനോഹരമായ കല കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കഞ്ഞിയുടെ റാഹത്തായിട്ട്. അപ്പോ അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി മാറുന്ന സലാം പറയുന്ന നമ്മളെ കൊണ്ടുകൊണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി. ഇവിടെ വിളിച്ച അസ്സലാമു അലൈക്കും പറഞ്ഞ് കയറും. ഇന്ന് വാത് കഴിഞ്ഞ് പോയി നിങ്ങൾ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്നു. ഭാര്യ വന്ന് വാത് കൊടുക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പറയും അല്ലോ പാതിരാത്രി പള്ളിയിൽ പിരിവിന് ആള് വന്നു, അവിടെ മച്ചയില്ലല്ലോ എന്ന് പറയും. പിരിവിന് വന്നതല്ല, ഞാൻ നിന്റെ ഇക്കായ. ഗൾഫിൽ നിന്ന് ഭർത്താവ് എന്ന് വിളിക്കുമ്പോ ഭാര്യമാര് ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ നമ്പർ ഏത് വലിയാന്റെ വീട്ടിൽ നമ്പരാണോ? അപ്പോഴയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്പർ പരിശോധിച്ച് നോക്കി. അയാൾ ഷെയ്ഖിന്റെ വീട്ടിൽ നമ്പരാ. സലാം ദുആയൊക്കെ കേൾക്കും. അപ്പൊ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മച്ച, ഷെയ്ഖൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. വാതൊക്കെ കേൾക്കാൻ പോയി, നന്നായി തുടങ്ങി, സലാം പറയാനൊക്കെ ശീലിച്ചു. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മച്ചോറോ ആമീൻ ആമീൻ. അങ്ങനെ ദീൻ വേണ്ടേ? സലാം വേണ്ടേ? അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും വൈദ്യര് പറഞ്ഞതല്ല. ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യുമല്ലോ അല്ലേ? ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യും, വൈദ്യന്മാര് പറഞ്ഞാൽ ചെയ്യും. ഒന്നിനും ശാസ്ത്രം പറഞ്ഞാലും ചെയ്യും, അള്ളാഹു റസൂൽ പറഞ്ഞാൽ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. ഇപ്പൊ നോമ്പ് വരല്ലേ? റമളാൻ മാസത്തിന് മുമ്പ് ടിവിയിൽ പറയുന്നു നടൻ മമ്മൂട്ടി എന്റെ ഗ്ലാമറിന്റെ രഹസ്യം റമളാനിലെ നോമ്പാണ്. താത്ത പറയും ഫോൺ എടുത്ത്, ഐഷ നീ അറിഞ്ഞാടി, കണ്ടില്ലേ സൂര്യൻ അറിഞ്ഞില്ലേ മമ്മൂട്ടിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം റമളാനിലെ നോമ്പാണ്. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, ഈ വർഷം ഞാൻ 60 നോമ്പ് പിടിക്കും, 30 ദിവസം. കാരണം എന്താ? മമ്മൂട്ടി അങ്ങനെ പറഞ്ഞോണ്ടാ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് നീ മറന്നില്ലേ പെങ്ങളെ? ഇന്ന് റസൂലുള്ളാഹി ആർക്ക് വേണം? നെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെ ലോകത്തിന്റെ ഒരുപാട് ചിന്തകന്മാരുടെ ശിരസിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാ പറഞ്ഞു തന്നത്, പരസ്പരം നിങ്ങൾ സലാം പറഞ്ഞാൽ സലാമിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാണ്. ആ സലാമിലൂടെ സ്നേഹം നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു അത് നമുക്ക് തിരിച്ചു തരട്ടെ. സലാമിലൂടെ പരസ്പരം ഇഷ്ടപ്പെടാ, ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവര് അൽഹംദുലില്ലാഹ് പരസ്പരം സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. വിദേശ രാജ്യത്തിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുമ്പോ, ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങുമ്പോ സലാം പറയണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ എന്ന് കണ്ടുമുട്ടിയാലും ആദ്യം സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ,
എന്ന് കണ്ടാലും മദീനയുടെ മണവാളന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ അലി റളിയല്ലാഹു അൻഹു എന്നോട് സലാം പറയാറുണ്ടായിരുന്നു നബിയേ. പക്ഷേ ഇപ്പൊ 2 ദിവസമായി എന്നോട് സലാം പറയുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് അവിടുന്ന് തിരക്കണമെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, കരിനാഗപ്പള്ളിയുടെ തടവയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞ് മൗലവി, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കട്ടെ. എത്ര ചരിത്രങ്ങളാ, എത്ര സംഭവങ്ങളാ മനോഹരമായ ഈരടികളിലൂടെ ലോകത്തിന് സമർപ്പിച്ചത്. ആ ഉസ്താദ് പറയുന്നു, അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഈ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാണ് അതിനുത്തരം. ആദ്യം സലാം പറയുന്നവർക്കാണെന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. അല്ലാഹുവിന്റെ റസൂലേ, കിടക്കുമ്പോ മനോഹരമായ ഒരു സ്വപ്നം ഞാൻ കണ്ടു. സ്വർഗത്തിന്റെ സുന്ദരമായ മാളിക അതാർക്കാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആദ്യം സലാം പറയുന്നവർക്കുള്ളതാണ്. ഈ സ്വർഗത്തിന്റെ കൊട്ടാരമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ മാളികയുണ്ടല്ലോ, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനോട് എന്നും ആദ്യം സലാം പറയുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് ഇന്ന് അബൂബക്കർ പറയട്ടെ, ആ സ്വർഗത്തിന്റെ ഭവനം എന്റെ അബൂബക്കറിന് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ, നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്താ? 2 ഹജ്ജ് ചെയ്തവനെ കണ്ടാൽ 1 ഹജ്ജ് ചെയ്തോ സലാം പറയണം, ഹജ്ജ് ചെയ്തവനെ കണ്ടാ ചെയ്യാത്തോ സലാം പറയണം, ഉംറയ്ക്ക് പോയവനെ കണ്ടാ പോകാത്തോ സലാം പറയണം, പെണ്ണ് കെട്ടിയവനെ കണ്ടാ കെട്ടാത്തോ സലാം പറയണം, മക്കളോടെ കണ്ടാ ഇല്ലാത്തോ സലാം പറയണം. ഇങ്ങനെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര് ആരെ കണ്ടാൽ റസൂലുള്ള സമ്മാനിച്ച സ്നേഹത്തിന്റെ മന്ത്രമായ സലാം നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കണേ. സലാം പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ ആ മനസ്സുകളോട് വെറുപ്പ് നമുക്ക് തോന്നാൻ പാടില്ല. വെറുപ്പുള്ളവരോട് നമുക്ക് സലാം പറയാൻ തോന്നില്ല. പിണങ്ങിയാ പിന്നെ സലാം പറയില്ല. പിണങ്ങിയ സലാം പറയുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, എത്ര പ്രാവശ്യം മുത്തുനബി തങ്ങളുടെ അടുത്ത് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, മിണ്ടാൻ പാടില്ല. അതൊരു പണിഷ്മെന്റ് ആയി. അല്ലാതെ സാധാരണ സലാം പറയുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ ഇത് പിണക്കം വരുമ്പോൾ നമ്മൾ സലാം അടക്കാറില്ലല്ലോ. അപ്പൊ മനസ്സിൽ വെറുപ്പുള്ളവരോട് സലാം നമുക്ക് പറയാൻ തോന്നൂല. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. പൊന്നാന നബിതങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ, എന്റെ ഏറ്റവും നല്ല സുന്നത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ? എന്റെ സഹോദരങ്ങൾ പഠിച്ചോ, ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പൊന്നാന നബിതങ്ങൾ മറുപടി പറയുന്നു, യാ ബുനയ്യ ഇൻ ഖദർതാം തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ അഹദിൻ വഫൽ വലാലിക മിൻ സുന്നതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അനസേ, ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും എതിർപ്പില്ലാത്ത ഓരോ പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ അത് നല്ല ചര്യയാണ്, അതാണ് എന്റെ ചര്യ, നീ തുടർന്നുകൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരോടും വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? എത്ര പേരോട് നമ്മൾ പിണങ്ങി കഴിയാൻ? പിണക്കം ഏതെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് കള്ളു കുടിക്കില്ലെന്ന് അവന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു, സാറേ കൂടെ കൊണ്ടുവന്ന് വാത് കേൾപ്പിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനോട് താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവനോടൊന്ന് കമ്പനി നിർത്താൻ പോവാ, ഇനി ഞാൻ കമ്പനി കൂടിയാ ഞാനും കൂടിയാണ്. അങ്ങനെ നിർത്തുന്നവരുണ്ട്. ചില ഉസ്താദുമാരെ നല്ല തക്കവയോടുകൂടി ചില പള്ളിയിൽ വരും, വന്നുടനെ ചെറുപ്പക്കാരെ കയ്യിലെടുക്കും. അവസാനം ഉസ്താദാണോ ചെറുപ്പക്കാരാണോ ഏറ്റവും നല്ലതെന്ന് സംശയമാവും നാട്ടുകാർക്ക്. അത്രയ്ക്ക് കൂതറയായിട്ട് വീരാരി മാറും. വെറുതെ പറഞ്ഞതല്ല, കാരണം അത്രത്തോളം ശക്തിയിൽ ഈ ചെറുപ്പക്കാര് ഉസ്താദിനെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനോട് ഞാൻ ഇപ്പോഴും പറയാം, നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയതുണ്ട്. ഇന്ന് ഉസ്താദുമാരെന്ന് ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. എനിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്വാർത്ഥതയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെയൊന്നുമില്ല.
പിന്നെ ചിലർ ഉസ്താദുമാരുടെ കമ്പനി അടിക്കുമ്പോൾ ഉസ്താദിന് എവിടെ നിന്നെങ്കിലും ചോറുണ്ട് വയ്ക്കുമ്പോൾ അതിന്റെ പൊരിച്ചമ്മി അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു. ഉസ്താദ് പിന്നെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് അടിക്കുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു ഉസ്താദിനും ബന്ധങ്ങൾക്കും ചേർന്നതല്ല. അപ്പൊ ഉസ്താദിന് ഉസ്താദായിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കണം മഹലിലെ ഇമാമികളോട് ഏറ്റവും അധികം അടുത്തിടപഴകേണ്ടത്. ഉസ്താദുമായിട്ട് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദിന്റെ പവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കൂട്ടുകാരനെ പോലെ അല്ലേ, കുഴപ്പമില്ല, എന്തു ആവാം, ഉസ്താദ് ഒരു അങ്ങനെ സിഗരറ്റ് വാങ്ങുന്നു, അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് തീപ്പെട്ടി വാങ്ങുന്നു, പിന്നെ ഉസ്താദ് കിടന്നുറങ്ങുമ്പോൾ ഉപ്പ് കെട്ടി വാക്കി അതിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പല വേലകളും ചെയ്ത് ഉസ്താദ് അല്ലാതാകും. അത് നമ്മൾ വരുത്തരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ എന്നും നമുക്ക് മുന്നോട്ട് അള്ളാഹ് തൗഫീഖ് തരട്ടെ. എത്ര വർഷം? 2 വർഷമായി. സാധുവാ. അള്ളാഹു അദ്ദേഹം ദറസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഉസ്താദില്ലേ, എല്ലാവർക്കും ഉദ്ഘാടനമൊക്കെ പ്രസംഗമല്ലേ, അത്ര മോശമായിരുന്നു, ആരും ശ്രദ്ധിച്ചൊന്നും കാണില്ല. പക്ഷേ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട പ്രഭാഷണം. ആരും ശ്രദ്ധിച്ചില്ല, ഞാനിവിടെ ശ്രദ്ധിച്ചില്ല. ഒരുപാട് ആയത്തുകൾ വളരെ നല്ല രീതിയിൽ ഉസ്താദ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വലിയ ദറസെടുക്കുന്ന പണ്ഡിതന, മോശക്കാരനല്ല. ഇതുപോലെയുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് മോശക്കാരന. തൃക്കോമല നൂർ മുഹമ്മദിയ പള്ളി എത്ര കൊല്ലം കൊണ്ടിരിക്കുക, അത്ര കൊല്ലമായി, 20 കൊല്ലത്തോളമായി. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ ഞാൻ അത് പറയാൻ പോയപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹം അന്നവിടെ മുത്തായിമാണ്. നമ്മളല്ലേ കാട് കാണാൻ പോയത്. ഞാനവിടെ ചെന്നപ്പോ അണ്ണാ ഞാനും കൂടെ കേട്ടാ അണ്ണാന്ന് പറഞ്ഞ എന്റെ അവിടെ കാട് കാണാൻ വന്നതാ. കാട് കാണാൻ കൊണ്ടുപോയി. അവിടെ തൃക്കോവല നല്ല മനോഹരമായ കാടുണ്ട്, നല്ല സ്ഥലം കേട്ടോ, നല്ല രസമാണ്. അപ്പൊ അവിടെ കാട് കാണാൻ കൊണ്ടുപോയി. ഞാനവിടെ അടുത്തൊരു സ്ഥലത്ത് വാത് പറയാൻ പോയി. അള്ളാഹു ജീവനുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ആകെ 10 പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയും വെട്ടി മഴ. 10 പേര് അനക്കമില്ല, ആവിയിലുണ്ട്. തമാശ പറഞ്ഞിട്ട് ഇരിക്കണമില്ല, കണ്ണീര് വന്നിട്ട് കരണ്ട് വന്നു. അവസാനസ്ഥാനം പറഞ്ഞിട്ട് കഴിയുമ്പോൾ എല്ലാം കൊണ്ട് അടക്കാൻ പറഞ്ഞു. അല്ല, അവൻ ഇങ്ങനെ ഇരുന്നാ ഒന്നി അനങ്ങണം, അല്ലെങ്കിൽ കുനിങ്ങണം, എന്തെങ്കിലും ഇങ്ങനെ എന്താ കാരണം വെച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞത് മഴ പെയ്ത് സീറ്റിന്റെ മുകളിൽ വെള്ളം വീണപ്പോ അവരെ അറിഞ്ഞില്ല പ്രസംഗം നടക്കുന്ന കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രസംഗം, എല്ലാവർക്കും നല്ല ഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയ കാലത്ത് ദുആക്കറ്റി നിറഞ്ഞപ്പോൾ അവരറിയണ പ്രസംഗം തീർന്നായി. കാരണം മഴ വന്ന് ഈ സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ വീണുകൊണ്ടിരുന്നപ്പോ അതിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഏതായാലും തൃക്കോമലയിൽ അൽഹംദുലില്ലാ നല്ല റാഹത്തായ സ്ഥലം. അന്ന് കാണാനൊക്കെ കൂടെ വന്നതാ. അന്ന് എന്റെ കൂടെ വന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, സംസാരത്തിൽ വിൽക്കൊക്കെ ഉള്ള ഉസ്താദിന്റെ 2 ഇരട്ട മക്കളൊക്കെ വലുതായില്ലേ, ഹസൻ ഹുസൈൻ അല്ലേ. ഉസ്താദന്മാർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ റബ്ബേ ഒരു 1.5 കൊടുക്കുക. അത് ഹുസൈൻ എന്ന ഉസ്താദിന്റെ മകൻ മരണപ്പെട്ട് അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. അപ്പൊ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ 2 മക്കളും കൂടി ഉസ്താദിന്റെ അനുവാദം ചോദിച്ച് മുത്താലിയുടെ കൂടെ എന്റെ കൂടെ കാട് കാണാൻ പോയി. അപ്പൊ എന്റെ മുമ്പേ വന്നൊരു പാവപ്പെട്ടു, അവരും തമാശയ്ക്ക് പറഞ്ഞു ഇങ്ങനെ വലിയ വലിയ നമ്മൾ പോവാണ്, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി തമാശയ്ക്ക് പറഞ്ഞ് പ്രസംഗത്തിന് അവിടെ നിൽക്കുകയാണ്, പകര സമയം നിൽക്കല്. അപ്പൊ തമാശയ്ക്ക് അവർ പറഞ്ഞു ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ 2 മക്കള് ഏറ്റവും പുറകിൽ വരും. അവരുടെ കൂടെ പറയാം ഇത്രേ ഉള്ളൂ, ലക്ഷണം കെട്ടോ മുന്നാലെ. അതോടുകൂടി മുദ്രാവാക്യം വിളിച്ചോ, പിന്നെ അനക്കമില്ലാകെ. അപ്പൊ ഇത് അങ്ങനെയാണ്. അല്ലാഹു തആല ആ പ്രിയ ആ സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ഇങ്ങോട്ട് വരുമ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു അൾട്ടോ വാഹനം ലോറിയുമായിട്ടിടിച്ച് അതിന്റെ പകുതിയോളം കഴിഞ്ഞു, തവിട് പൊടി. ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു, കൈയും കാലും ഒക്കെ ചിന്ന ഭിന്നമായി. ഇന്നലെ നടന്നതാ. ഇങ്ങോട്ട് വന്നപ്പോ ആ വാഹനം ഒന്ന് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്. ഇതൊരവസ്ഥയിൽ അള്ളാഹു നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാര് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അടുത്ത എവിടെ വാന്ന് പറയാൻ വന്നപ്പോ കായംകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ അമീർ എന്ന് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും ഞാൻ മറക്കൂല പ്രിയപ്പെട്ടവരെ. അവർക്കൊക്കെ വേണ്ടി ഇന്നലെയും ദുആ ചെയ്തു. അള്ളാഹുവിന്റെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.